നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. ആഘോഷങ്ങൾക്ക് കടിഞ്ഞാണിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഓണാഘോഷത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് പിന്നാലെ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഓണാഘോഷത്തിന് നിയന്ത്രണം. ആഘോഷങ്ങൾ അച്ചടക്കത്തിന് വിരുദ്ധമാകരുതെന്ന നിർദ്ദേശം. ഇത് സംബന്ധിച്ച് ഹയർ സെക്കൻഡറി ഡയറക്ടർ ഉത്തരവിറക്കി. സ്കൂൾ സമയത്ത് ഓണാഘോഷം പാടില്ല. അധികം പണം ചെലവഴിച്ചുള്ള പരിപാടികളും വേണ്ട. ഓണാഘോഷത്തിന് യൂണിഫോം ധരിച്ച് സ്കൂളിൽ എത്തിയാൽ മതിയെന്നും ഉത്തരവ്. നിർദ്ദേശം അതിരുകടന്ന ആഘോഷങ്ങൾ സ്കൂളുകളിലെ ആരോഗ്യകരമായ അന്തരീക്ഷത്തിന് കോട്ടം തട്ടുന്നു എന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെ പഴിച്ച് പിണറായി സർക്കാരിനെതിരെ വിമർശന ശരവുമായി ഉമ്മൻചാണ്ടി. ഭരണത്തിൽ 100 ദിനം തികച്ച സർക്കാരിന് എടുത്തു പറയാവുന്ന നേട്ടം VSനെ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനാക്കിയത് മാത്രം. മാധ്യമ സെക്രട്ടറിയും ഉപദേഷ്ടാവും ഉണ്ടായിട്ടും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് അകലം പാലിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മുൻ മുഖ്യമന്ത്രി. മദ്യനയത്തിൽ തിരുത്തൽ വരുത്താനും മദ്യവ്യാപാരികളെ സഹായിക്കാനും സർക്കാർ ഒളിഞ്ഞും തെളിഞ്ഞും നീക്കം നടത്തുന്നു. സ്വാശ്രയ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ നാമമാത്രമായ ഫീസ് വർധനയിൽ സമരം ചെയ്തവർ ഇപ്പോൾ ഉയർന്ന ഫീസിന് അംഗീകാരം നൽകിയെന്നും ഉമ്മൻചാണ്ടിയുടെ കുറ്റപ്പെടുത്തൽ. സ്വാശ്രയ പ്രവേശന വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച് ചെന്നിത്തലയും സർക്കാർ മാനേജ്മെന്റുകൾക്ക് നേരിട്ട് തലവരിപ്പണം വാങ്ങാനുള്ള സാഹചര്യം ഒരുക്കിയെന്ന് ആക്ഷേപം. സർക്കാരും മാനേജ്മെന്റുകളും ചേർന്ന് പാവപ്പെട്ട വിദ്യാർത്ഥികളെ കൊള്ളയടിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. തച്ചങ്കരിയെ തളച്ചു. മുൻ ഗതാഗത കമ്മീഷണർ ടോമിൻ തച്ചങ്കരിക്കെതിരെ വിജിലൻസ് കേസ്. വാഹന ഡീലർമാർക്ക് ഇളവ് നൽകിയതിലും മലിനീകരണ നിയന്ത്രണ നിയമം ഒരു കമ്പനിക്ക് മാത്രമായി ചുരുക്കിയതിലും ക്രമക്കേട് നടന്നതായി കണ്ടെത്തൽ. തച്ചങ്കരി പാലക്കാട് RTOയുമായി നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖ വിജിലൻസിന്. സംസ്ഥാനത്തെ വാഹന പുക പരിശോധന കേന്ദ്രങ്ങളിൽ ഒരു കമ്പനിയുടെ മാത്രം സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമെന്ന തച്ചങ്കരിയുടെ നിബന്ധനയിലും ക്രമക്കേട്. ഗതാഗത കമ്മീഷണറായിരിക്കെ കഴിഞ്ഞ 6 മാസത്തിനിടെ തച്ചങ്കരി നടത്തിയ എല്ലാ ഉത്തരവുകളിലും അന്വേഷണം നടത്തുമെന്നും വിജിലൻസ്. ഹെൽമറ്റ് വിവാദവും സർക്കുലർ ഇറക്കിയുള്ള ജന്മദിനാഘോഷത്തിലും ഗതാഗത മന്ത്രിയുമായി ഉടക്കിയ തച്ചങ്കരിയെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്തു നിന്ന് മാറ്റിയത് കഴിഞ്ഞ മാസം 19-ന്. നിലവിൽ KBPS MD-യാണ് ടോമിൻ തച്ചങ്കരി. വിഴിഞ്ഞത്തിന് ഗ്രീൻ സിഗ്നൽ. വിഴിഞ്ഞം തുറമുഖത്തിന് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ പച്ചക്കൊടി. പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്താൻ വിദഗ്ധ സമിതിയെ രൂപീകരിക്കും. 6 മാസത്തിലൊരിക്കൽ സമിതി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. പദ്ധതിക്ക് ഉപാധികളോടെ അനുമതി നൽകിയത് ജസ്റ്റിസ് സ്വതന്ത്രകുമാർ അധ്യക്ഷനായ 4-അംഗ ബെഞ്ച്. മാലിന്യങ്ങൾ കടലിലേക്ക് ഒഴുക്കാൻ പാടില്ല. പദ്ധതി പ്രദേശത്തെ പരിസ്ഥിതി സംരക്ഷണം ബന്ധപ്പെട്ടവർ ഉറപ്പാക്കണം. നിർദ്ദേശം ലംഘിച്ചാൽ തുറമുഖ കമ്പനി പിഴ നൽകേണ്ടി വരുമെന്നും ദേശീയ ഹരിത ട്രൈബ്യൂണൽ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് അനുമതി നൽകിയ ഹരിത ട്രൈബ്യൂണൽ വിധി സ്വാഗതാർഹമെന്ന് തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. പദ്ധതി മുൻ നിശ്ചയപ്രകാരം 1000 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കാനുള്ള നീക്കം തിരിച്ചടിയല്ലെന്നും മന്ത്രി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2850 രൂപ, പവൻ 22,800 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.